നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈല റാണി. ലീഗൽ അവയർനെസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ പറയുന്നതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അറിവില്ലായ്മയാണല്ലോ നമ്മൾ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള ലോസ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നമ്മളെ ജീവിതത്തിൽ സംബന്ധിക്കുന്ന കാര്യങ്ങളിലുള്ള ലീഗൽ അവയർനെസ് കിട്ടുക എന്ന് പറയുന്നത് എല്ലാത്തർക്കും ഓരോരുത്തരുടെ ചോദ്യത്തിന് ചിലപ്പോൾ ആൻസർ ഉപകാരപ്പെടുന്നത് വേറൊരാൾക്കായിരിക്കും. അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ധൈര്യപൂർവ്വം കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം അവസാനിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അപ്പോൾ ഒരു ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്രൈം നടന്നിട്ടുണ്ട് എങ്കിൽ അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നതായിരുന്നു ചോദ്യം. അതായത് നമ്മളിപ്പം വിവാഹം കഴിഞ്ഞു, അതൊരു മാരിറ്റൽ ഡിസ്പ്യൂട്ടെല്ലാം ഒരു അമിക്കബിളി സെറ്റിലായി. പക്ഷേ അത് മാരിറ്റൽ റിലേഷൻഷിപ്പിലിരുന്ന സമയത്ത് ഒരു ക്രൈം FIR ഇട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ക്രൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്രൈം നിലനിൽക്കുമോ അതോ അത് വന്നിട്ട് അത് ഡിസ്ചാർജ് ആയി പോകുമോ എന്നതായിരുന്നു ഒരു ചോദ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാരിറ്റൽ ഡിസ്പ്യൂട്ടിൽ എന്ത് ക്രൈമോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസോ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാലും അത് ഡിവോഴ്സിലൂടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റിലാവും. ഓട്ടോമാറ്റിക്കായിട്ടല്ല, നമ്മൾ റിട്ടേൺ ആയിട്ടാണ് എഴുതി തയ്യാറാക്കി അത് സെറ്റിൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ക്രൈം ഇതിന് മുമ്പ് 498 ഇപ്പോഴത്തെ BNS 85 അതുപോലെ 406 അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ക്രൈം നടന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ സെറ്റിൽമെൻറ്റിൽ എത്തുമ്പം തന്നെ ഒരു അഫിഡവിറ്റ് കോഷ് ചെയ്യാനുള്ള അഫിഡവിറ്റ് ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ്, അതായത് ഇപ്പോൾ പെൺകുട്ടിയിൽ നിന്ന് എഴുതി മേടിക്കും. പിന്നെ വന്നിട്ട് ആ ക്രൈം നിലനിൽക്കില്ല, ഓട്ടോമാറ്റിക്കായിട്ട് കോഷാവും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നവനീഷ് അഗർവാൾ OS സ്റ്റേറ്റ് ഓഫ് ഹരിയാനയിൽ സുപ്രീം കോടതി ഇട്ടിരിക്കുകയാണ് ഒരു കേസിൽ ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാരിറ്റൽ ഡിസ്പ്യൂട്ട് എല്ലാം സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ പേരിൽ ഒരു ലിറ്റിഗേഷൻ നടക്കുക. അതായത് ഇൻലോസിനെയൊക്കെ നമ്മൾ പ്രതിയാക്കിയായിട്ടായിരിക്കുമല്ലോ മറ്റേ വിവാഹ ബന്ധത്തിലുള്ള കേസുകളെടുക്കണം, ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ. പിന്നെയും അതിനെ കൊണ്ട് വലിച്ചു നീട്ടുന്നത് കൂടുതൽ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാനും ആ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാരിറ്റൽ ഡിസ്പ്യൂട്ട് എല്ലാം സെറ്റിലായെങ്കിൽ പിന്നെ അതിൻ്റെ ക്രൈം നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി വിധിച്ചത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ക്രൈം എടുക്കുന്നതാരാ? സ്റ്റേറ്റ് അല്ലേ, അതായത് പോലീസാണ് കേസ് എടുക്കുന്നത്. അത് കാരണം ആ സെറ്റിൽമെൻറ്റിൽ നമ്മൾ പോലീസ് അതിനകത്ത് പാർട്ടിയെ ആവുന്നില്ല, ഹസ്ബൻഡും വൈഫും കൂടെയാണ് സെറ്റിൽ ചെയ്യുന്നത്. പക്ഷെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഫിഡവിറ്റ് എഴുതി മേടിക്കും. അപ്പോൾ ഒരു കേസ് ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിൽ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള എല്ലാ ഡൊമസ്റ്റിക് വയലൻസ്, എല്ലാ ക്രൈമുകൾ അല്ലെങ്കിൽ എല്ലാ കേസും ആ സെറ്റിൽമെൻറ്റോടുകൂടെ കോഷാവും, സെറ്റിലാവും. പിന്നെ ഒരു ഫർദർ ഡിസ്പ്യൂട്ട് നിലനിൽക്കില്ല. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരിറ്റൽ ഡിസ്പ്യൂട്ടിൽ ക്രൈം നടന്നിട്ടുണ്ട്, എന്നാൽ ഡിവോഴ്സിൽ സെറ്റിലായി കഴിഞ്ഞാൽ ആ കേസ്, അതായത് ക്രൈം അത് പിന്നെ നിലനിൽക്കില്ല. FIR കോഷ് ചെയ്യാം, അല്ലെങ്കിൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കിന് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് ഓർഡർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളത്. ഇപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന്. ചില കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ലേ എന്നുള്ള കാര്യങ്ങൾ തന്നെ അറിയുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക, മറുപടി പറയാൻ ഞാനുണ്ട്.